ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ടൗണിൽ ഒരു 1.5 കിലോമീറ്റർ അകലത്തിൽ കോവൽ വടക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന ഒരു 16 സെൻറ്റ് സ്ഥലം അതിനകത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് വരുന്ന നമുക്ക് NH 66 അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന റോഡാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ വീടെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാക്കണം ഏത് വണ്ടി വേണേലും നമുക്ക് നേരെ വീടിൻ്റെ മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഗേറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാക്കണം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രണ്ടേജ് അതിൻ്റെ എൻഡ് നമുക്ക് ആ ഒരു മതിൽക്കെട്ടിൻ്റെ അവിടം വരെ വരുന്നത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്തും വില്ലേജ് നമുക്ക് ചെറുവത്തൂരാണ്, ഹൊസ്ദുർഗ് താലൂക്കിലും പെട്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇവിടം വരെയാണ് വരുന്നത്. ഇതിൻ്റെ അതിര് എൻഡ് പറഞ്ഞാൽ അങ്ങോട്ടാണ് സ്ഥലം കിടക്കുന്നത് കേട്ടോ. ചെറുവത്തൂർ ടൗണിൽ നിന്നൊക്കെ ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ട് എത്താനെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് വീടും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോഴേ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ മിറ്റമൊക്കെ അത്യാവശ്യം നല്ല മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ നമുക്ക് 2-3 വണ്ടിയെല്ലാം നിർത്താൻ സൗകര്യത്തിനുള്ള അത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ 2 വണ്ടിയെല്ലാം നിർത്താനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർ പോർച്ച് ആണെങ്കിൽ കണ്ട് ഇവിടേക്ക് വണ്ടിയെല്ലാം നിർത്താനുള്ള അത്യാവശ്യം സൗകര്യം ഉണ്ട്. മൊത്തം 2-3 വണ്ടിയെല്ലാം നിർത്താനുള്ള ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സിറ്റ് ഔട്ട്. നമുക്ക് വീടിൻ്റെ അകത്തും മൊത്തത്തിലൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വരാട്ടോ. സിറ്റ് ഔട്ട് നോക്കിയാൽ അത്യാവശ്യം വലിയ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, നല്ല വലിയ സിറ്റ് ഔട്ടാണ്. ഇരിക്കാനുള്ള ചാരുപടിയും എല്ലാം ഉണ്ട് കേട്ടോ. നോക്കി. പിന്നെ ഇതാക്കണേ ഫ്രണ്ട് ഡോറൊക്കെ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കി ഞങ്ങൾ. ഫ്രണ്ട് ഡോറ്, ജനൽ, വാതിൽ, കട്ടില എല്ലാം ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. ഡബിൾ ഡോറാണ് വരുന്നത്. നോക്കി നല്ല സിമ്പിളായിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ. നിലത്തിൻ്റെ ഒക്കെ ടൈലൊക്കെയാണ് ഉണ്ടായാലും നല്ല വൈറ്റ് കളറിലുള്ള നല്ലൊരു കളറിലെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ജനലിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ല, നല്ല രസമുള്ള ഒരു മോഡൽ കേട്ടോ. ഇതെല്ലാം ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കട്ടോ. അകത്തേക്ക് നമ്മൾ ഹാളിൽ വരുമ്പോൾ നോക്കി, ഹാളൊക്കെ അത്യാവശ്യം വലിയ ഹാളാണ്. വന്ന് നോക്കി അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഹാളിലോട്ട് നേരെ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമുക്ക് പൂജാമുറിയാണ്. പൂജാമുറി നോക്കി കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരേ കളറ് ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല രസമുള്ളൊരു വൈറ്റ് കളറിലുള്ള ടൈല്. പിന്നെ ഹാളിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഈ ഒരു സ്റ്റൈൽ കണ്ടത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെ സൗകര്യത്തിന് ഇപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണെങ്കിലൊക്കെ സോഫ സെറ്റൊക്കെ ഇടാനുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് ഹാളിലുണ്ട്. പിന്നെ നിലവിൽ ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അതുപോലെ ഹാളിൽ ഇവിടെയാണ് ഷെൽഫെല്ലാം ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഈ സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് ഇവിടെ ഒരു 3 കള്ളി ജനൽ ഈ ഭാഗത്തേക്കും ഉണ്ട്. അപ്പോൾ ഹാളിൽ നിന്ന് ഇത്രയൊക്കെയാണ് മൊത്തത്തിലുള്ളത് കേട്ടോ. പിന്നെ മൊത്തം ഇൻറ്റീരിയർ വർക്കെല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ട്. ലൈറ്റും സംഭവങ്ങളൊക്കെ ഫുള്ള് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. 2 റൂം മേലും പിന്നെ താഴെ ഒരു റൂമുള്ളത്. ഒരു റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണുള്ളത്. റൂമിലോട്ട് അങ്ങനെ പെട്ടെന്ന് കാണുമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ ഹാളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് റൂമിലോട്ട് കാണുമൊന്നുമില്ല. ആ ഒരു പ്രൈവസി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ റൂം തന്നെയാണ്. ഇത് കണ്ടില്ലേ. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു വലിയൊരു കട്ടിലും 2 അലമാര, ഇവിടെ ഒരു അലമാരയുണ്ട്. പിന്നെ ആ ഒരു സൈഡിലൊരു അലമാര ഉണ്ട്. ഇവിടെ ഒരു മേശ ഉണ്ട്. എന്നിട്ട് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ റൂമിന്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു അലമാര ഉണ്ട്. അപ്പോൾ മൊത്തം 2 അലമാരയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ. പിന്നെ നേരം മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. റൂഫെല്ലാം ഫുള്ള് നീറ്റായിട്ടുള്ളതാണ്. നല്ല രസമുണ്ട് ആ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്. കണ്ടില്ലേ, ബാത്റൂമിൻ്റെ ഒക്കെ വേറെ കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഈ ഡോറും ഒക്കെ കണ്ടില്ലേ, നല്ലൊരു കളറിലുള്ള ഫാബ്രിക്കേഷൻ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമുക്ക് അടുത്തത് കാണാം കേട്ടോ. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹാളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ അകത്തുകൂടെ ഓടി ചാടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റെയർ എല്ലാം ഉള്ളത്. ഡൈനിങ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഒരു 6 ആൾക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശ ഇടാൻ പാകത്തിനുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിററും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് അങ്ങനെ ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും പറ്റും.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. ഇനി ഇങ്ങോട്ട് വാ. പിന്നെ സ്റ്റെയർ കണ്ടില്ലേ, സ്റ്റെയർ ഇവിടുന്ന് നല്ല കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നമുക്ക് മേലേക്ക് പോയിട്ട് നോക്കാം. അതിന് മുന്നേ ഇങ്ങോട്ട് വാ. അടുക്കളയിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ അടുക്കളയാണ് കണ്ടില്ലേ. എല്ലാവർക്കും നിന്ന് തരാൻ സൗകര്യത്തിനുള്ള വലിയ പാകമുള്ള വലിയ അടുക്കള തന്നെയാണ്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാചകമെല്ലാം ഉണ്ട്. പിന്നെ ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ ആണെങ്കിൽ നമുക്ക് പൊടികളെല്ലാം എടുത്ത് വെക്കാനൊക്കെ ഉള്ള ആ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ അടുക്കള തന്നെയാണ് കേട്ടോ. പിന്നെ റാക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ വലിയ പാത്ര സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റാക്കെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചെളിയോ പൊടിയോ എണ്ണമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. പാത്രങ്ങളൊക്കെ അകത്തുനിന്ന് തന്നെ കഴുകി വൃത്തിയാക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയതൊക്കെ ഫുള്ള് മരം തന്നെയാണ് കേട്ടോ. ഈ ഡോറൊക്കെ സിമ്പിൾ വർക്കായിട്ട്. ഇനി ഇങ്ങോട്ട് വർക്ക് ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയയിലും അടുക്കളയിലും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ. നല്ല രസമുള്ള കളറാണ് കേട്ടോ. ഇനി ഇവിടെ ആണെങ്കിൽ വർക്ക് ഏരിയയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ വിറകടുപ്പെല്ലാം ഉണ്ട്. ആലുവടുപ്പാണുള്ളത്. ഇതിൻ്റെ ചുവടെ തന്നെ വിറകെല്ലാം വെക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ള അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം ഇവിടെ ഗ്രില്ലിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് കാറ്റും വെളിച്ചം കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മേലെ. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ബാക്കി പോയി നോക്കാം. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി 2 റൂം മേലാണുള്ളത്, അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റെയറൊക്കെ കണ്ടില്ല, വേറെ കളറുള്ള ഒരു വുഡൻ കളറുള്ള ഒരു മോഡലുള്ള ടൈലാണ് സ്റ്റെയറിൻ്റെ ഇട്ടിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ പിടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് നല്ല മോഡലുള്ളതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫുള്ള് സ്റ്റീൽ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇവിടെ 2 മിനിറ്റ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. ഇതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെളിച്ചകത്തോട്ട് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള കാഴ്ച ഉണ്ട്. നിങ്ങൾ ഹാളിൽ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകളോ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണുകയും ചെയ്യാം. പിന്നെ ഇനി ഇങ്ങോട്ട് വാ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ഹാളായി ഇങ്ങനെ കിടക്കുക. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ റൂഫെല്ലാം ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് നോക്കി, എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ റൂമുകൾ വരുന്നത്, ഒരു റൂം ഈ ഭാഗത്താണുള്ളത്. പിന്നെ രണ്ടാമത്തെ റൂം ആ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഇനി ഇവിടുത്തെ റൂമുകളൊക്കെ ഓരോന്ന് കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൂം കാണാം. റൂം നോക്കിയാൽ നല്ല വലിയ റൂമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വലിയ റൂം തന്നെയാണ് കേട്ടോ. ഇത് വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടൊരു 3 കള്ളി ജനലുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഒരു കട്ടിലോ വലിയൊരു അലമാരയൊക്കെ വെക്കാനുള്ള അത്രയും ഗ്യാപ്പുണ്ട് റൂമിന്. പിന്നെ റൂഫൊന്നും എവിടെ ഒരു ലീക്കൊന്നുമില്ല. മൊത്തത്തിൽ നീറ്റാണ്. ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ റൂമിൻ്റെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൂമും കൂടിയും കാണാം. നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. വേറെ കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വാ. അടുത്ത 3ാമത്തെ റൂം ഇതാണ്. ഈ റൂമും വലിയ റൂം തന്നെയാണ് കണ്ടല്ലേ. അത്യാവശ്യം വലിയ ഗ്യാപ്പുണ്ട്. ഈ റൂമിൽ ഇപ്പോൾ നിലവിൽ 2 കട്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിലും ഈ സൈഡിലൊരു കട്ടിലുണ്ട്. ഇപ്പോൾ ഈ മേലെ ഭാഗത്ത് മൊത്തത്തിൽ വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് വേറെ കളറാണ്. വൈറ്റിൽ തന്നെ വേറെ ഡിസൈൻ. പിന്നെ 2 ഭാഗത്തേക്കും 3 കള്ളി ജനലുണ്ട്. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്. മൊത്തത്തിൽ കാണിച്ചു തരാണ് നമ്മൾ കേട്ടോ. ആരും മുക്കും മൂലൊക്കെ എല്ലായിടവും കാണിച്ചു തരാണ്. ഈ ഭാഗത്ത് ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്തിട്ട് ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട് തുണികളൊക്കെ എടുത്ത് വെക്കാനുള്ള. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് പുറത്തോട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം. ഫ്രണ്ടിലോട്ട് കൊണ്ട് പോവാം. ഫ്രണ്ടിലോട്ട് നമ്മൾ ബാൽക്കണിയിലോട്ടൊന്ന് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചുറ്റുപാടും കാണാം. അടുത്തുള്ള വീടുകളെല്ലാം കാണാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീട് സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമല്ലോ. അപ്പോൾ 1 കിലോമീറ്ററിൽ നമുക്ക് നടക്കാൻ ദൂരത്തിൽ നമ്മളെ കോവൽ IUP സ്കൂളുണ്ട്. പിന്നെ ഇതിനോട് നോക്കി അത്യാവശ്യം നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണെങ്കിലൊക്കെ പുറത്തോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നീലേശ്വരത്തിനാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് സ്കൂൾ വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടമത്ത് എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടോട്ട് ഏകദേശം ഒരു 1.25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂം എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ. റൂം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ അവിടെ മേലെ ഡ്രസ് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തുണിയെല്ലാം ഉണക്കാനോ അങ്ങനെയൊക്കെ അതിനും പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ചെറുവത്തൂർ ടൗണിൽ തന്നെ ഹോസ്പിറ്റൽ. പിന്നെ നമുക്ക് അമ്പലം ഉള്ളത് പറഞ്ഞു കൊടുത്താൽ അമ്പലം ഇവിടെ അടുത്ത് നമുക്ക് വീരഭദ്ര ക്ഷേത്രം ഉണ്ട്, നടക്കാനുള്ള ദൂരം കേട്ടോ. പിന്നെ നമുക്ക് ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. പിന്നെ മുസ്ലിം പള്ളി ആണെങ്കിലും നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ തന്നെ മുസ്ലിം പള്ളി ഉണ്ട്. മദ്രസ ആണെങ്കിലൊക്കെ നമുക്ക് നടന്നെത്താനുള്ള ദൂരത്തിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പയ്യന്നൂരിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 17 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. കാസർഗോഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ അടുത്തുള്ള ടൗൺ നീലേശ്വരം അടുത്തൊരു ടൗൺ വരുന്നുണ്ട്. നീലേശ്വരത്തിന് വെറും 6 കിലോമീറ്റർ. പിന്നെ NH നാഷണൽ ഹൈവേ NH 66 വെറും
1 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാസർഗോഡ് ടൗണിലോട്ടുള്ള ദൂരം പറഞ്ഞില്ല നമ്മള് 40 കിലോമീറ്റർ. അപ്പൊ എല്ലാം കൊണ്ടും നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു വീടാണ്, നല്ലൊരു ഡിസൈനിൽ പണിതിട്ടുള്ള നല്ല വീട് തന്നെ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പുറത്ത് പോയിട്ട് വെള്ളത്തിന്റെ സൗകര്യം, പറമ്പിൽ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതെ, നമുക്ക് പുറത്തോട്ട് പോയിട്ട് നോക്കാട്ടോ. നമ്മളെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് നല്ല വീടല്ലേ, അടിപൊളി വീടാണ് കേട്ടോ. ഇനി വരിക നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ളതും കൂടി കാണിച്ചു തരട്ടോ. നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ ഫിൽറ്റർ ആണുള്ളത്. ഇതാ ഇവിടെയാണുള്ളത് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്, വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. അപ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു 10ഓളം കവുങ്ങലുണ്ട്. അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങ് ഒരു 10 എണ്ണം ഉണ്ട്. അതുപോലെ തെങ്ങ് ഇതാ ഈ കാണുന്ന ഫ്രണ്ട് തന്നെ തെങ്ങുണ്ട്. 3ഓളം തെങ്ങ് ഇപ്പം നിലവിൽ കായ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കായ്ക്കാനായിട്ടുള്ള തെങ്ങ് വേറെ കുറച്ചും ഒരു 3-4 എണ്ണം ഉണ്ട് ഇതുപോലെ കായ്ക്കാനായിട്ടുള്ളത്. ഇപ്പം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് പറമ്പിൽ മൊത്തത്തിലൊന്ന് ഈ സൈഡ് ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ബാ, ഇനി വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ നടാം. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം അങ്ങനെയൊക്കെ നടാനുള്ള അത്രയും ഗ്യാപ്പ് ഉണ്ട്. നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. ബാക്ക് സൈഡിലോട്ട് ഈ ഒരു സൈഡിലോട്ട് വരാനുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിര് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. സ്ക്വയറായി കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിലും മൊത്തം 16 സെന്റ് സ്ഥലം അളന്ന് തിരിച്ചു തരും അല്ലേ? അതെ. പിന്നെ ആ ഒരു ഭാഗത്തോട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ബാക്ക് സൈഡിലോട്ടൊക്കെ. ചുറ്റുപാടും വീടുകളിലെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് അതിൽ ഈ പ്ലാവ് നിൽക്കുന്നതിൻ്റെ ഈ ഒരു ലെവലിലാണ് അതിര് പോകണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരേ ലെവലിൽ സ്ക്വയറായി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് തെങ്ങോ കവുങ്ങോ ഇനിയിപ്പോൾ പ്ലാവോ മാവോ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവന്ന് നടണമെങ്കിൽ അതിനൊക്കെ പറ്റുന്നതാണ്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയും സൗകര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ ഇവിടെ അലക്കാനുള്ള സൗകര്യത്തിന് അലക്കുകയെല്ലാം ഉണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് തുണിയെല്ലാം അലക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റുന്നതാണ്. അതിനുള്ള പൈപ്പും വെള്ളവും ആ സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഴികളെല്ലാം വളർത്താനുള്ള കോഴിക്കൂടും അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുന്നുള്ളവർ മൊത്തത്തിൽ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച പറഞ്ഞാൽ. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നൊക്കെ അയൽവാസികളായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 16 സെന്റ് സ്ഥലം, 3 ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു കിടിലം വീടാണ്. ഓണർ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 65 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും അതേപോലെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് നീലേശ്വരം ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്ററും ചെറുവത്തൂർ ടൗണിലോട്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.